സീരിയസ് ആയിട്ട് കിടന്നു ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞത് വയ്യ കാണാൻ. ഹലോ ശ്രീജിത്ത് സാറല്ലേ? അതല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. പെരുമഴയിൽ ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. മിസ്സിംഗ് കേസിന് ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ? അന്ന് സാറിന് എല്ലായിടത്തേക്കും പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തയാണോ? ഈ നെഞ്ചു പൊട്ടുന്ന ഈ കരച്ചിലുണ്ടല്ലോ, ഇതൊരു പെൺകുട്ടിയുടെ അച്ഛനെ നഷ്ടപ്പെട്ടതിൽ ആ പെൺകുട്ടി കിടന്നിട്ട് കരയുന്ന, അതായത് ഹൃദയം പൊട്ടിക്കരയുന്ന ഒരു വോയിസ് ആണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അത് ആരോടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ CPOയുടെ അടുത്ത് ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. ആ കൊച്ചി ഇതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛനെ ഭയങ്കര ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ നട്ടലിനും വളരെ ക്രൂരമായിട്ട് തന്നെ ചതവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. അത്രയും ക്രൂരമായ മർദ്ദനം ആ കുട്ടിയുടെ അച്ഛൻ ഏറ്റുവാങ്ങിയിട്ടാണ് അതിന്റെ ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ കുട്ടിയുടെ അച്ഛനെ ചികിത്സിച്ച ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആരാണ് ഇദ്ദേഹത്തിന് ഇത്ര ക്രൂരമായിട്ട് മർദ്ദിച്ചത്. അതായത് ആ മർദ്ദനത്താലാണ് ആ കുട്ടിയുടെ അച്ഛനെ ഇതുപോലെ ചികിത്സിക്കേണ്ടി വന്നതും അതേപോലെ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടതും എന്നാണ് ഡോക്ടർ പറഞ്ഞ കാരണം. ആ മക്കൾക്ക് പറയാനുള്ളത് എന്ത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിക്കും ആ പെൺകുട്ടിയുടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് എടുക്കും. കാരണം ഞാനും നിങ്ങളൊക്കെ ഒരു മകളോ മകനോ ഒക്കെയാണ്. അതേപോലെ വാവിട്ടാണ് ആ കുട്ടി കരയണത്. അത്രയും ഹൃദയം പൊട്ടിയാണ് കുട്ടി കരയണത്. എന്താണെന്ന് വെച്ചാൽ സാറേ എൻ്റെ അച്ഛൻ പോയി സാറേ എന്ന് പറയാൻ നേരത്തുണ്ടല്ലോ നമുക്ക് ആരുടെ മനസ്സാണെങ്കിലും പെട്ടെന്നൊന്ന് എന്താ പറയാ ഹൃദയം അങ്ങ് നുറങ്ങിപ്പോവും. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കാം. ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. പെരുമഴയിൽ ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. ഓർമ്മയില്ലേ? പെരുമഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന് ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ? അന്ന് സാറിന് എല്ലായിടത്തേക്കും പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തയാണോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്നു ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞത് വയ്യ കാണാൻ. പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിന് ഇപ്പൊ ഓർമ്മ കാണത്തില്ല. അവക്ക് അന്ന് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ ഗുളിക കഴിച്ചിട്ട്. അല്ല, നമുക്കിത് ശരിക്കും ഈ കൊച്ചിന്റെ കരച്ചിലാണ് വന്നിട്ട് നമ്മുടെയൊക്കെ ഹൃദയം ശരിക്കും പൊട്ടിപ്പോവും. അത്രയും വേദനാജനകമായ ഒരു കരച്ചിലാണ് ആ കുട്ടിയുടെ. അല്ലെ, എന്താ പറയണത്? ഈ പോലീസുകാർക്കൊക്കെ എന്താണ് ഇങ്ങനെയെന്നാ വിചാരിക്കുന്നത്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. ഈ കുട്ടിയുടെ അച്ഛൻ, അതായത് സിയാദ് എന്നാണ് കുട്ടിയുടെ അച്ഛന്റെ പേര്. പുള്ളിക്കാരനെ ഇവരുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടി, ഒരു ആൺകുട്ടി, 13 വയസ്സുള്ള ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ആൺകുട്ടി, ആ കൊച്ചിനെ കാണുന്നില്ലായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും. അപ്പൊ ഈ കുടുംബത്തിലെ അതായത് ഈ വിഷ്ണു എന്ന കുട്ടിയുടെ സഹോദരി പറഞ്ഞു ഇദ്ദേഹത്തിന്, ഈ സിയാദ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് സംശയമുണ്ട്, ഇയാളാണ് തട്ടിക്കൊണ്ട് പോയേക്കണത്, ഇയാൾ മാറ്റിയേക്കണതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംശയത്തിന്റെ, വെറും ഒരു സംശയത്തിന്റെ ആരോപണത്തിന് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം പോലീസുകാർ ഈ പറയുന്ന സിയാദിനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ടുപോകണം. ആ കൂട്ടിക്കൊണ്ടുപോകുന്ന വഴിയിൽ ഈ കുട്ടിയുടെ അച്ഛനെ, അതായത് ഈ സിയാദ് എന്ന് പറഞ്ഞ മനുഷ്യനെ പോലീസുകാർ ഭയങ്കര ക്രൂരമായിട്ട് മർദ്ദിച്ചു. അതിനകത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPO ശ്രീജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഈ കുട്ടിയുടെ അച്ഛനെ, അതായത് ഈ സിയാദിനെ ഉപദ്രവിച്ചത്. അതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. എത്ര ചോദിച്ചിട്ടോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാരത് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റും അത്രമാത്രം ഉപദ്രവിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി വന്നിട്ട് പോലീസ് സ്റ്റേഷൻ, ആ കുട്ടി തന്നെ വന്ന് പറഞ്ഞു, എന്നെ ആരും പിടിച്ചോണ്ട് പോയതല്ല, ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നതാ, വീട്ടിൽ വഴക്കുണ്ടായതിനെ തുടർന്ന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയത്, അല്ലാതെ എന്നെ ആരും തട്ടിക്കൊണ്ട് പോയതൊന്നും അല്ലെന്ന് ഈ കുട്ടി തന്നെ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ഈ സിയാദിനെ അങ്ങ് പോലീസ് വിട്ടയച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, വെറും ഒരു ആരോപണത്തിന്റെ പേരിലാണ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ അച്ഛൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ഒട്ടും വയ്യാതെ തന്നെ അവിടെ കിടന്നു. ഈ സിയാദ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരന്റെ മരണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാള്, എനിക്ക് തോന്നുന്നു 1.5 മാസത്തോളം ഇദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഡോക്ടർ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ നട്ടലിന് ഭയങ്കര ഗുരുതരമായിട്ട് ചതവേറ്റിട്ടുണ്ട്. ആ ചതവിലൂടെ തന്നെ അവിടെ നട്ടലിന്റെ അവിടെ, അതായത് സ്പൈനിന്റെ അവിടെ പഴുപ്പായി. പിന്നെ അതുകൂടാതെ തന്നെ തലയ്ക്ക് നന്നായിട്ട് മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ കുട്ടിയുടെ അച്ഛന്റെ മരണ കാരണം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പോലീസുകാർ ഇത് എന്തുദ്ദേശിച്ചിട്ട് ഒരു പ്രതികളെ കൈകാര്യം ചെയ്യണത്. ഇവർക്ക് സത്യം പറഞ്ഞ ഒരു പ്രതികാരമാണ് ഇവർക്ക്. ഒരാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കാനായിട്ട്.
ആരുടെയെങ്കിലും ചെറിയൊരു ഇവരെന്താ മനസ്സിലാക്കാത്തതെന്ന് ഞാൻ വിചാരിക്കണത്. ഒരു കുറ്റവും തെളിയാതെ അവിടെ വരുന്ന പോലീസ് സ്റ്റേഷനിലെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട എല്ലാവരും തന്നെ ഒരു എന്താ പറയണത് ഒരു പ്രതികളാണ് എന്നാണ് ഇവര് ചിന്തിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ആരോപണത്തിന് മേളിലാണ് ആ കുട്ടിയുടെ അച്ഛനെ കൊണ്ടുപോയത്. ആ കുട്ടി കരഞ്ഞു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്, ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്? ഇതിനൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ എന്ത് മറുപടി നൽകും? സത്യം പറഞ്ഞാൽ ഈ പോലീസുകാരുടെ ഇടയിലുള്ള ഈ ഗുണ്ടകളുണ്ടല്ലോ, അങ്ങനെയുള്ള ഗുണ്ടകളെ ഒന്നും വെച്ച് പൊറിപ്പിക്കരുതെന്നേ പറയുള്ളൂ. അത് ആരാണെങ്കിലും. ഇവർക്കൊന്നും ഇവർക്കൊക്കെ ഈ സാധാരണക്കാരായ ആൾക്കാരുണ്ടല്ലോ, അതായത് ഒന്ന് തല്ലിയാലും തിരിച്ച് തല്ലില്ല എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ആൾക്കാര്, അവരെയൊന്നും ഇവര് എന്താണ് അവരെയൊക്കെ ഇവരങ്ങോട്ട് കയറി അവരുടെ മേത്ത് ഇവരങ്ങ് കയറി മേയുള്ളൂ. സാധാരണക്കാരാണല്ലോ, എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇവർക്കങ്ങ് മർദ്ദിച്ച് പഠിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇടിച്ച് പഠിക്കാനേ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഈ പാവങ്ങളുടെ അടുത്തൊക്കെ ഈ ക്രൂരത കിടന്ന് കാണിക്കുന്നത്. പക്ഷേ ഈ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, ഗുണ്ടാ സംഘങ്ങളൊക്കെ, അവരോടൊന്നും ഇവരൊന്നിനും പോകത്തില്ല. അവരെയൊക്കെ മുന്നിൽ ഓശാനിച്ചങ്ങ് നിൽക്കും. അവരുടെ അടുത്ത് കളിച്ചാലേ നല്ലത് തിരിച്ചു കിട്ടുമല്ലോ. എപ്പോഴാ കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ റോഡിൽ കൂടി നടത്തുമ്പോഴായിരിക്കും കിട്ടണത്. അതുകൊണ്ട് തന്നെ അവരോടൊന്നും തല്ലേണ്ടവർ തല്ലില്ല, അതാണ് പറയേണ്ടത് അല്ലെ. അവരോടൊന്നും ഒന്നിനും പോകത്തില്ല. ഈ പാവപ്പെട്ടവരുടെ മേത്തോട്ട് അങ്ങ് കുതിര കയറും. ഈ ഇദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചോ, ഇനി ആ കുടുംബത്തിന് ആരുണ്ട്? ആ കുടുംബത്തിന്റെ നാഥനാണ് ഈ പോലീസ് ദുഷ്ടന്മാരെ കൂടെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഒരു അധികാരം ഉണ്ടെന്ന് വിചാരിച്ചാൽ, ഒരു അധികാരത്തിന്റെ പവർ ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് എല്ലാ തോന്നിവാസവും അത് ഉപയോഗിക്കാം എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അതൊക്കെ സമ്മതിച്ചു കൊടുത്തൂടല്ലോ. വെറും ഒരു ആരോപണത്തിന്റെ പേരില് ഒരു നിരപരാധിയെ ഇങ്ങനെ ക്രൂശിക്കാനുള്ള ഒരു അധികാരം ഈ പോലീസുകാർക്കൊക്കെ ആരാണ് കൊടുത്തത്? ആരാണ് നൽകിയത് ഈ പോലീസുകാർക്കൊക്കെ? ഇപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം ഈ ഒരു എന്താ പറയുക, ഈ ദുഷ്ടനായ ഈ പോലീസുകാരന്റെ ഒരു മർദ്ദനം കൊണ്ട് മാത്രമാണ് ആ കുടുംബത്തിന് നാഥനെ നഷ്ടപ്പെട്ടത്. ഇതിന് ഇനി ആര് പകരം കൊടുക്കും അദ്ദേഹത്തിന്റെ ഒരു വേർപാടിന്? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല സാറിനോടാണ് ഞങ്ങളുടെ അപേക്ഷ. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കഴിഞ്ഞ 10 വർഷം യാതൊരുവിധ എന്താ പറയണത് നീക്കങ്ങളും ഇല്ലാതിരുന്ന, അനങ്ങാതിരുന്ന ഒരു പോലീസുകാരായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ളത്, കാരണം സാറ് പറയുന്ന അനുസരിക്കുന്ന പോലീസുകാർ തന്നെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങയോട് ഞങ്ങളുടെ വലിയൊരു അപേക്ഷയാണ്. കാരണം ഈ കുഞ്ഞിന്റെ കരച്ചില് ഞങ്ങളുടെ ഒരു വീട്ടിലൊരു കുട്ടിയുടെ കരച്ചിലായിട്ടാണ് ഞങ്ങൾക്കൊക്കെ കേട്ടിട്ട് തോന്നുന്നത്. ഇന്ന് ഇന്നലെ അയാളായിരുന്നെങ്കിൽ നാളെ ചിലപ്പോൾ ഞങ്ങളുടെ മക്കളാവും ഇങ്ങനെ കരയണത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഈ നിരപരാധികളെ ഉപദ്രവിക്കുന്ന ഇത്തരം പോലീസുകാർക്കെതിരെ ഒരു ആക്ഷൻ എന്തായാലും എടുക്കണം. കാരണം മാതൃകാപരമായ ഒരു ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ, അതായത് ഈ പോലീസുകാരെന്ന് പറയുന്ന ആൾക്കാർ, ഈ നീതിനെ ന്യായത്തിനെയൊക്കെ സംരക്ഷിക്കേണ്ട ഇവര് തന്നെ മറ്റുള്ള നിരപരാധികളുടെ മരണത്തിന് ഇടയാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇയാൾക്കെതിരെ ഇതിന് കൂട്ടുനിന്നവർക്കെതിരെ ഒരു ആക്ഷൻ എന്തായാലും എടുത്തേ മതിയാവുള്ളൂ. ഇത് ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. അതേപോലെ തന്നെ ഒരു കുടുംബത്തിന് നാഥനായ ആ നാഥനെയാണ് ഇദ്ദേഹം ഇപ്പോൾ ഇത്ര ക്രൂരമായിട്ട് കൊന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ വന്നാലും അതുകൊണ്ട് തന്നെ ആ പാവങ്ങളുടെ കുടുംബത്തിന് നമ്മുടെ ഗവൺമെന്റിൽ നിന്നും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണം. കാരണം അവരുടെ കുടുംബത്തിലേക്ക് ഒരാണില്ല. അതിനെയാണ് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി ഒരു എന്താ പറഞ്ഞ ആ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നീക്കങ്ങൾ ചെയ്യുകയും വേണം. എന്തായാലും ഇതിനൊരു നടപടി എന്തായാലും എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മരണമൊഴിയാണ് ഇവിടെ ആ കുഞ്ഞിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇത്രമാത്രം ഈ ശ്രീജിത്ത് പോലീസുകാർ ഇത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന വ്യക്തി തന്നെ ഈ മകളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും അദ്ദേഹത്തിന്റെ മരണമൊഴി തന്നെയാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തായാലും അതിന്റേതായ ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യണം. അതിന് കാര്യം നമ്മളെല്ലാവരും ഇതിന് ഒരുമിച്ച് നിന്ന് ആ കുട്ടിക്കും ആ കുടുംബത്തിനും വേണ്ട നീതി നമ്മൾ വാങ്ങിക്കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നാളെ നമുക്കാവും ഈ സ്ഥിതി. ഇവന്മാരൊക്കെ നമ്മുടെ മേത്തോട്ടും ഇതുപോലെ വലിഞ്ഞു കയറും. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഇവന്മാർക്ക് വേണ്ട രീതിയിൽ നമ്മളെ അങ്ങ് മർദ്ദിച്ച് അങ്ങ് മാറ്റിയെടുക്കാം. ഇതുപോലുള്ള പോലീസുകാരുണ്ടെങ്കിൽ നമ്മുടെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മാക്സിമം നമ്മുടെ ഉന്നതരിലോട്ട് ഈ വിഷയം എത്തിക്കുകയും ആ പോലീസ് സ്റ്റേഷനിൽ അന്നുണ്ടായവർക്കൊക്കെ അതിന് വേണ്ടിയുള്ള ശിക്ഷ നടപടികൾ സ്വീകരിപ്പിക്കുകയും നമ്മൾ ചെയ്യിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് അങ്ങ് പോകണം. ഇതിനെതിരെ എന്തായാലും ഒരു ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. കാരണം ഇതിപ്പോ ഒന്നോ രണ്ടോ ഒരുപാട് മർദ്ദനങ്ങളായി, ക്രൂരമർദ്ദനത്തിനിടെ ഇങ്ങനെ മരിച്ചു വീഴുന്നുണ്ട് ഓരോരുത്തരും. ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് തെളിവില്ലാതെ വരുമ്പോഴത്തേനും മറ്റുള്ള കേസുകൾ എന്തെങ്കിലുമൊക്കെ പെടുത്തി അവരോരോ കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകും. ഇനി എന്തായാലും അത് വേണ്ട. കാരണം ഇത്രയും ക്രൂരമായിട്ട് ഇത്രയും വേദന തിന്ന് മരിക്കാനായിട്ട് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിരപരാധീനെയാണ് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചത് നമ്മളൊന്ന് ഓർക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ഇത് പരമാവധി നമ്മൾ ഇതിനെക്കുറിച്ച് വലിയൊരു വാർത്തയായി മാത്രമേ ഇതിനൊക്കെ നടപടി ഉണ്ടാവുള്ളൂ.